Hi friends, welcome back to my channel. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിന്റെ കേക്ക് റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് സ്പഞ്ചിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ അരിപ്പയിൽ ഇട്ടിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് നമുക്ക് കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം അധികം ചോക്ലേറ്റ് ആവേണ്ട, നമുക്ക് ഒരു മീഡിയം ചോക്ലേറ്റ് മതി സ്പഞ്ചിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. ഇത് നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ. അപ്പോൾ 3 എഗ്ഗിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ട് അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കാം. വളരെ ലോ സ്പീഡിൽ മിക്സ് ചെയ്താൽ മതി. മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഗ്ഗുമായിട്ട് നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് വരണം, എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ 6 ഇഞ്ച് പാനിലാക്കാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള നല്ല ഒരു കേക്കാണ് കേട്ടോ. ഇത് നല്ല ടോപ്പൊക്കെ നല്ല ഫ്ലാറ്റ് ആയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിമോൾഡ് ചെയ്തത്, അതുകൊണ്ടാണ് കുറച്ച് പൊടികളൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക. കണ്ടില്ല, നിങ്ങൾക്ക് ഓവർ ഒരു ചോക്ലേറ്റ് കളർ എന്നാലും ഉണ്ട്, നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. നിങ്ങൾക്ക് ക്രഞ്ചി ആയിട്ട് വേണമെങ്കിൽ അതുപോലെ പൊടിക്കുക, അല്ലെ ഫൈനായിട്ട് പൊടിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവേർഡ് കേക്കാണിത്. ഇത് ഞാൻ കഴിച്ചിട്ട് ഉള്ളത് കൊണ്ട് പറയാണ്, നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ കേക്ക് ബോർഡിൽ ക്രീം വെക്കുക. ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വൈറ്റ് ക്രീമാണ് ഞാനിവിടെ ക്യാമറയുടെ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമ്മളിവിടെ ബെൽജിയം ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒരുപോലെ എടുത്തിട്ട് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് ബെൽജിയം ചോക്ലേറ്റ് മാത്രം യൂസ് ചെയ്യുക. അതിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ ഡാർക്ക് ചോക്ലേറ്റിന് ഭയങ്കരമായിട്ട് ഒരു കയ്പ്പ് രസമായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ അടുത്ത ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വെറ്റ് ചെയ്ത് ഗനാഷ് വെച്ച് എന്നിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ലെയറും കാണിക്കാത്തത്. ഇതൊരു 5 ലെയേഴ്സ് ഉണ്ടായിരുന്നു കേക്ക്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേക്കിന്. എന്നിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ഈ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടുള്ളത് മിൻറ്റ് ലീഫാണ് കേട്ടോ. മിൻറ്റ് ലീഫ് കളറാണ് കേട്ടോ ഇത് വന്നിട്ട് യെല്ലോ കളറും ലീഫ് ഗ്രീനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറ് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ട് ഒന്ന് ഫിനിഷ് കോട്ട് ചെയ്തെടുക്കുക. നല്ല നീറ്റിൽ ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ ഇത്, നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഇതും പിങ്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ ഗോൾഡാണ് ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബ്രദറിൻ്റെ മോളായതുകൊണ്ട് തന്നെ അവളുടെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് ഇതൊരു ഡെക്കറേഷനൊക്കെ ചെയ്തത്. അവൾക്ക് ഇഷ്ടമുള്ള കളേഴ്സാണ് ഇതിൽ ഡെക്കറേഷൻസൊക്കെ എടുത്തത്, അവൾ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രാപ്പർ അത്ര നന്നായിട്ടൊന്നും വന്നിട്ടില്ല, പിന്നെ അത് തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ നൈലാന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മോളുടെ പേര് നൈലാന്നാണ്. അപ്പോൾ നൈലാന്ന് ഫോണ്ടൻ കട്ടറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് പേര് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മോളുടെ ബർത്ത്ഡേ 9th ബർത്ത്ഡേ ആണ്. അപ്പോൾ 9th ഒരു 9 കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് ഗോൾഡ് തന്നെയാണ് അവൾ സെലക്ട് ചെയ്തത് കേട്ടോ. ഗോൾഡും ഈ ഒരു ഗ്രീനും തമ്മിൽ 9 ടോപ്പ് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫോൺ കട്ട് ചെയ്തിട്ട് 9th ബർത്ത്ഡേ ആയിരുന്നു, അതും കൂടെ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ കുറച്ച്
നമ്മൾ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഗോൾഡൻ ബോൾസ്. അപ്പോൾ ഇതിൽ പിങ്ക് വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലെങ്കിൽ ഗ്രേപ്സും ലീവ്സൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഒരു ക്യാൻഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും ഷുഗർ ബോൾസൊക്കെയാണ് ഞാനിതിൽ ഡെക്കറേഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗേളാണല്ലോ, ഗേൾസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെക്കട്ടെ, അവളുടെ ഒപ്പീനിയൻസ് ചോദിച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഈ ഒരു ഷുഗർ ബോൾസ് ആണ്, വലുതും ചെറുതൊക്കെ ആയിട്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു ഷുഗർ ബോൾസ് ആണ്, എൻ്റെ ബോട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വന്നപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ആയി നിന്നിട്ടുണ്ട് കേക്ക് കേട്ടോ. ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ, പിങ്ക് ഒക്കെ എല്ലാ കളേഴ്സുമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ലുക്ക് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.